ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. കുറേ ദിവസമായി വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്നും ഹാപ്പല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിട്ടിരിക്കും. ഞാനേ വീഡിയോ ഇടാത്തത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു എക്സാമായിട്ട് കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് പിന്നെ സ്ഥിരം വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ ആരും അതുപോലെ ചോദിച്ചിരിക്കേണ്ട. റിസൾട്ടൊക്കെ വരാനായില്ലേ? ഇത് കുറച്ച് ആൾക്കാർക്ക് നല്ല ടെൻഷനൊക്കെ ആയിരിക്കുള്ളൂ. കുറച്ച് മോട്ടിവേഷൻ തരാൻ ഞാൻ ബെസ്റ്റാണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, റിസൾട്ടൊക്കെ എല്ലാ വർഷവും വരുന്നില്ലേ? ഇതൊന്നും അത്ര വലിയ സംഭവമല്ല, നമുക്ക് കാര്യമാക്കേണ്ട കാര്യമല്ല. എൻ്റെ റിസൾട്ട് വരും, റിസൾട്ട് പോകും, 2 ദിവസം നമ്മൾ സ്റ്റാറ്റസ് ഇടും, അതങ്ങോട്ട് കഴിഞ്ഞ്, അതൊക്കെ അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നല്ലോണം എഴുതിയവർക്ക് ഫുൾ A+ കിട്ടും, ഒന്നും എഴുതാത്തവർക്ക് മുട്ട കിട്ടും. മറ്റേ പെണ്ണ് പറഞ്ഞാൽ പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. അതന്നെ ഒരാൾ വഴി തങ്ങൂലല്ലോ, കാര്യമാക്കണ്ട. പിന്നെ വേറൊരു സംഭവം കൂടെ പറയാനുണ്ട്. ഇത് പ്രൊമോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രമല്ല, എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും ഉപകാരത്തിൽ പറഞ്ഞു. അതുകൊണ്ട് പറയാനാണ്. അതുകൊണ്ടാണ് ഞാൻ റീലായിട്ട് തന്നെ ഇട്ട്. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ പ്ലാൻ ഉണ്ടാവും. അവരിപ്പോൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്താ പറയുക, അതുപോലെ തന്നെ അതിൻ്റെ 90% അവരുടെ വർക്ക് അവർ കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പ്ലാൻ ഉണ്ടാവും, ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നവരുണ്ടാവും. ഇനി ഏത് കോഴ്സ് വേണം, അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് പേര് ചിലപ്പോൾ കോഴ്സ് ഏതാണെന്നൊക്കെ തീരുമാനിച്ച് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാവും. പക്ഷേ കോളേജ് ഏത് വേണം, അല്ലെങ്കിൽ ഫീസ് എത്ര, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സും കോളേജും, അതായത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒക്കെ എല്ലാം ആയ ആൾക്കാരുണ്ടാവില്ല. ഇനി അവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ മുന്നോട്ട് പോകുക, അതായത് അത്രേ ഉള്ളൂ. അത് കോളേജിലേക്ക് അഡ്മിഷനൊക്കെ റെഡി, ഇനി ക്ലാസ് തുടങ്ങാം, ക്ലാസ്സിൽ പോവാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഒരു കാര്യം ചെയ്തു, വീഡിയോ സ്കിപ്പ് ചെയ്തോ, ഇനി അങ്ങോട്ട് കാണണമെന്നില്ല. കാരണം അവർക്കുള്ളതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പ്ലാൻ മാറി അതിൻ്റെ തലയിലാവണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു. ഞാൻ പറയണ കാര്യം ആർക്കുള്ളതെന്ന് വെച്ചാൽ, മനസ്സിൽ ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് കോളേജിൽ പോയി ചെയ്യണം, എവിടെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും, അതുപോലെ തന്നെ ഒരു പ്ലാനും ഇല്ല. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ ആലോചിച്ചിട്ടൊക്കെ വേണം, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. ഒരു പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്കും അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ താഴെ ഒരു പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജാണ്, നമ്മുടെ തന്നെ പേജാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ തുടങ്ങിയൊരു പേജാണ്. ആ പേജ് ഒരു കൺസൾട്ടിങ് ഏജൻസിയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു ഹായ് അയക്കാൻ, നിങ്ങളുടെ പേര് പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്ന് വെച്ചാൽ അതും പറയാം. അത്ര നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ എന്നിട്ട് ജസ്റ്റ് ഒരു ഹായ് ഇടാം. അപ്പം നമ്മളുടെ മെൻറ്റർ നിങ്ങളായിട്ട് സംസാരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ആ സംഭവം നമ്മൾ ചെയ്യും. കോഴ്സ് ഏതാണെന്ന് പറഞ്ഞു തരും, നിങ്ങൾക്ക് വേണ്ട കോളേജും പറഞ്ഞുതരും, ഫീസും എല്ലാം പറഞ്ഞുതരും, ഫുൾ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഇനി എന്തൊട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. നമ്മൾ ഫീസ് വാങ്ങില്ല, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ ആരും പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് നമ്മൾ മെൻറ്റർ വഴി സെറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അതിനൊന്നും നമ്മൾ ഫീസ് വാങ്ങില്ല. ഏറ്റവും കമ്മീഷനുള്ള കോളേജ് നോക്കിയിട്ട് അത് തന്നെ എടുക്കണം എന്ന് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് എടുക്കും, നമുക്ക് ചെറിയൊരു കമ്മീഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുന്നു. ഞാനിപ്പോൾ അതോട് വിശ്വസിച്ചിട്ട് വലിയ കാര്യം, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു മെച്ചം, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ റീൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള റിലേറ്റീവ്സിൻ്റെ മക്കളാരെങ്കിലും അവർക്ക് ഉപകാരത്തിൽ പെട്ടോട്ടെ. ശരിയെന്നാ ഞാൻ പോട്ടെ. ഫോളോ ആക്കാൻ മറക്കണ്ട. ബൈ ബൈ.